മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ പുരപ്പുറ സോളാർ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്രായോഗികമായി പാലം അടച്ചിട്ടപ്പോൾ ഷട്ടിൽ സർവീസുമായി സ്വകാര്യ ബസ്സുകൾ. മലപ്പുറം പൊന്നാനിയിലാണ് കുണ്ടുകടവ് ജംഗ്ഷൻ മുതൽ പാലം വരെ ബസ്സുകൾ ഷട്ടിൽ സർവീസ് നടത്തുന്നത്. കുന്നംകുളത്ത് നിന്നുള്ള ബസ്സുകൾ പുറങ്ങ് വരെയും സർവീസ് നടത്തുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ UDF, BJP മാധ്യമ നുണപ്രചരണങ്ങൾക്കെതിരെ CPM വൈത്തിരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. റഫീഖ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കാഞ്ഞിരക്കോട് ടർഫിനു സമീപം പിക്കപ്പ് വാൻ മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച വാഹനം തലകീഴായി മറിയുകയായിരുന്നു. പരിക്കേറ്റ പാലക്കാട് സ്വദേശി ശിവദാസൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂത്തകുന്നം യൂണിറ്റിന്റെ 17ാമത് വാർഷിക സമ്മേളനം നടന്നു. മേഖലാ നിരീക്ഷകൻ ചന്ദ്രമോഹനെ സമ്മേളനത്തിൽ ആദരിച്ചു. യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. മലപ്പുറം മാറഞ്ചേരിയിൽ കുറുക്കന്റെ ആക്രമണം. നിരവധി പേരെ കടിച്ച് പരിക്കേൽപ്പിച്ചു. ആക്രമണമുണ്ടായത് കാഞ്ഞിരമുക്ക് ഭാഗത്ത്. ആദ്യം ആക്രമിച്ചത് കാടഞ്ചേരിപ്പാടത്ത് പോത്തിനെ കെട്ടാൻ വന്ന യുവാവിനെ. ESI ശമ്പളപരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി BMS ധർണ. പദ്ധതിയിൽ അംഗമായി തുടരുന്നതിനുള്ള ശമ്പളപരിധി 42,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. BMS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളങ്കുന്നത്തുകാവ് ESI ആശുപത്രിക്ക് മുന്നിലായിരുന്നു ധർണ.